പാദപൂജകൾ നടന്ന വിവിധ ജില്ലകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒപ്പം ഈ പാദപൂജ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഒരുപാട് പ്രതികരണങ്ങളുണ്ട്. റിപ്പോർട്ടറിന്റെ എക്സ്ക്ലൂസീവുമുണ്ട്. അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരുന്നു. ശരത് എസ്, ടി വി പ്രസാദ്, അർജുൻ കല്യാൺ, അർച്ചന രവീന്ദ്രൻ, റഹീസ് റഷീദ് എന്നിവർ വിശദ വിവരങ്ങളുമായി ചേരുകയാണ്. ആലപ്പുഴയിൽ BJP നേതാവിനും പാദപൂജ. വിദ്യാർത്ഥിയെ കൊണ്ട് BJP ജില്ലാ സെക്രട്ടറിയുടെ പാദം പൂജിച്ചു. മാവേലിക്കര വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലാണ് ഈ സംഭവം. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അനൂപിന്റെ പാദമാണ് വിദ്യാർത്ഥിയെ കൊണ്ട് പൂജിച്ചത്. ഗുരുപൂർണിമ ചടങ്ങിന്റെ ഭാഗമായാണ് പാദപൂജ നടന്നത്. അനധ്യാപകനായ അനൂപ് മാനേജ്മെന്റ് പ്രതിനിധി എന്ന പേരിലാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ആ പൂജയുടെ ദൃശ്യങ്ങളൊന്ന് കാണും. ശരത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി. ശരത്ത്, ആലപ്പുഴയിൽ നിന്ന് തന്നെ ഈ പാദപൂജയുടെയൊക്കെ മറ്റൊരു വാർത്തയും വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പാദപൂജയിൽ ജില്ലാ സെക്രട്ടറി BJP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അനൂപത ഒരു കസേരയിൽ ഇരിക്കുന്നു. അതിനു മുന്നിൽ ഒരു കുട്ടി ഇരുന്ന് അദ്ദേഹത്തെ പാദപൂജ ചെയ്യുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു ന്യായീകരണമൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. പക്ഷേ ഇതിലെങ്ങനെയാണ് ഒരു BJP ജില്ലാ സെക്രട്ടറി പങ്കെടുക്കുന്നത്? ഇനിയിപ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണെങ്കിൽ തന്നെയും ഇങ്ങനെയൊക്കെ നടക്കുന്ന സമ്പ്രദായങ്ങളുണ്ടോ നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ എന്നത് ഒരു ചോദ്യമുണ്ട്. വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് പല പാദപൂജകളും പല സ്കൂളുകളിലും നടന്നിട്ടുണ്ടെന്ന വാർത്തകൾ പുറത്തുവരികയും അത് വിവാദമായി മാറുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇത് അധ്യാപകർക്കൊപ്പം ഇരുന്ന് BJPയുടെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് കസേരയിലിരുന്ന് ഒരു കുട്ടി തൊട്ടു മുന്നിലിരുന്ന് അദ്ദേഹത്തിന് പാദപൂജ ചെയ്യുന്നത്. എന്തായിരുന്നു സാഹചര്യം? റോഷ്നി, അതായത് ഇന്നലെ നടന്ന ഗുരുപൂർണിമ ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അധ്യാപകരുടെ പാദപൂജ നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിനൊപ്പം അധ്യാപകർക്കൊപ്പം തന്നെ ഇരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി സൂചിപ്പിച്ചതുപോലെ അഡ്വക്കേറ്റ് KK അനൂപിന്റെ കൂടി പാദം പൂജിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സമയത്ത് അവർ സംസാരിക്കുന്നത് അനൂപ് ഇത്തരത്തിൽ മാനേജ്മെന്റ് പ്രതിനിധിയാണ്, അങ്ങനെയാണ് അനൂപിനെ ഈ പരിപാടിയിലേക്ക് വിളിച്ചത് എന്നുള്ളതാണ്. അപ്പോഴും വലിയ ചോദ്യമായി വരുന്നത്, നേരത്തെ തന്നെ ഈ പാദപൂജ വലിയ വിവാദമായതാണ്. പ്രധാനമായും ഒരു ന്യായീകരണമായി വന്നത് ഗുരുക്കളെയും മുതിർന്നവരെയൊക്കെ തന്നെ ബഹുമാനിക്കണം, അധ്യാപകരെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്കൂളുകളിൽ ഇത്തരത്തിൽ പാദപൂജ നടത്തിയത് എന്നുള്ളതായിരുന്നു പലരും ഒരു ന്യായീകരണം പറഞ്ഞത്. പക്ഷേ BJP ജില്ലാ പ്രസിഡന്റ് ഏത് അധ്യാപകനാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ എന്തായാലും പ്രധാനമായും ഉയരുന്നത്. അദ്ദേഹം മാനേജ്മെന്റ് പ്രതിനിധിയാണെന്ന് എന്നിരിക്കെ ഈ പരിപാടിയിലേക്ക് വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാവിലെയാണ് ഈ പരിപാടി നടന്നത്. അങ്ങനെ 50ഓളം ആളുകളുടെ പാദങ്ങളാണ് ഇത്തരത്തിൽ പൂജിച്ചത്. പ്രധാനമായും അധ്യാപകരെയും ഒപ്പം വിരമിച്ച അധ്യാപകരും അവർക്കൊപ്പം BJP ജില്ലാ പ്രസിഡന്റ് KK അനൂപ് കൂടി വന്നിരുന്നു എന്നുള്ളതാണ്. ഒരു കുട്ടി, ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, ഒരു കുട്ടി അദ്ദേഹത്തിന്റെ പാദത്തിൽ വെള്ളം തെളിച്ച് പുഷ്പം അർപ്പിച്ച് അങ്ങനെ പൂജിക്കുന്ന ഒരു രീതി, അത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ള ചോദ്യം കൂടി DYFI അടക്കം ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ DYFI ജില്ലാ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ നിന്ന് പോയ ആചാരങ്ങളെ വീണ്ടും, ദുരാചാരങ്ങളെ വീണ്ടും തിരികെ കൊണ്ടുവരാനാണ് BJPയും സംഘപരിവാറും ശ്രമിക്കുന്നത്. അത് ഇത്തരത്തിൽ വിദ്യാലയങ്ങളിലൂടെയും ക്യാമ്പസുകളിലൂടെയും ഒക്കെ തന്നെ തിരികെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ DYFI അടക്കം ആരോപിക്കുന്നു. നിലവിൽ ഇപ്പോൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് കടക്കാൻ DYFI തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂളിലേക്ക് അടക്കം ഇതുമായി ബന്ധപ്പെട്ട മാർച്ച് നടത്തും. ഒപ്പം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് SP-ക്കും ബാലാവകാശ കമ്മീഷനും ഒപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ അനൂപ് എന്ന് പറയുന്നത് അവിടുത്തെ നൂർനാട് പഞ്ചായത്തിലെ മെമ്പർ കൂടിയാണ്, ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ്. അങ്ങനെ ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹം ഇത്തരം ഒരു തെറ്റായ കാര്യം ചെയ്തതിൽ തീർച്ചയായും നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് DYFI പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. അദ്ദേഹത്തിന്റെ ജനപ്രതിനിധി എന്നുള്ള പദവി അത് അയോഗ്യനാക്കണമെന്ന ആവശ്യം കൂടി DYFI ഉയർത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വൈകാതെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നുള്ളതാണ് DYFI ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം അദ്ദേഹം പറയുന്നത് ഈ SP-ക്കും ബാലാവകാശ കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുമെന്ന് തന്നെ. എന്തായാലും സംഭവത്തിൽ വലിയ വിവാദമായിരിക്കുകയാണ്. നേരത്തെ തന്നെ പലരും ഇതിനൊരു ന്യായീകരണമായി പറഞ്ഞത് ഇത് അധ്യാപകരുടെ പാദമാണ് പൂജിക്കുന്നത്, അതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ അധ്യാപകർക്കൊപ്പം എങ്ങനെ BJP ജില്ലാ സെക്രട്ടറി വന്നു എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. റോഷ്നി, തീർച്ചയായും അധ്യാപകരാണെങ്കിലും അത് BJP നേതാവാണെങ്കിലും ഈ പാദപൂജ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന ചോദ്യം ഉയർത്തുന്ന ഒരു സംഭവം തന്നെയാണ്.